അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിന്റെ നാളുകളിൽ പരാഗരക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു. ശൗവാലിൻ പൂനിലാവുമാനത്തുദിച്ചിടുമ്പോൾ ശരകുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു. ഇരുളിൻ പാതയിൽ അലയും കൂട്ടരിൽ പകരും പാലൊളി അല്ലാഹ്. പൊരിയും കൽബിനെ കുളിരിൻ തെന്നലായി തഴുകും നായകനല്ലാഹ്. യാ റബ്ബനാ കൃപയേകണേ, തേടുന്നിതാ തുണയേകണേ. നിത്യം സുജൂദിൽ തിരുനാമം ചൊല്ലി കൂടും നിതായെന്നിൽ നിർമ്മത്ത് നാഥ. പതിവായി പാടി ഞാൻ അഹദിൻ കീർത്തികൾ, വിജയം നൽകണേ അല്ലാഹ്. ഇഹമിൽ ഞങ്ങളിൽ കാവൽ അരുളിടും പരമദയാലേ അല്ലാഹ്. യാദൽ ജലാൽ കനിവേകണേ, തേടുന്നിതാ തണിയേകണേ. സ്വർഗത്തിൻ വാതിൽ തുറക്കേണമല്ല, റഹ്മത്തിലെന്നും ചേർക്കേണേ നാഥ. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിന്റെ നാളുകളിൽ പരാഗരക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു. ശൗവാലിൻ പൂനിലാവുമാനത്തുദിച്ചിടുമ്പോൾ ശരകുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. ഹരിതരാഷ്ട്രീയത്തിൻ്റെ കർമ്മപഥത്തിൽ പുതിയ മുദ്രകൾ സ്ഥാപിക്കാനുള്ള ഞങ്ങളുടെ സന്നദ്ധതയായിരുന്നു മിഷൻ. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ, കലാസാഹിത്യ ആരോഗ്യ മേഖലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കായി തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രത്യേകം രൂപപ്പെടുത്തിയ പഠന പരിശീലന പദ്ധതിയാണ് മിഷൻ. മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഒരു യാത്ര ഞങ്ങൾ ലക്ഷ്യമാക്കിയിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാന നഗരി ഞങ്ങളുടെ യാത്രാ ലക്ഷ്യമായത് യാദൃശ്ചികമായിരുന്നു. അതാകട്ടെ ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി മാറി. കർമ്മകാണ്ഡങ്ങളിൽ പുതിയ മുദ്രകൾ ചാർത്തിയ യാത്ര, ചരിത്ര സ്മാരകങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ഒരു യാത്ര. ഈ യാത്രയുടെ അനുഭൂതിയിലേക്ക്, അനുഭവങ്ങളിലേക്ക്, അറിവുകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചു വരുന്ന മിഷൻ പരിപാടികളുടെ ഭാഗമായി ഡൽഹി സന്ദർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ നിരവധി മേഖലകളിൽ ഓരോ തവണയും മിഷൻ പരിപാടികളിലൂടെ വളരെ ശ്രദ്ധേയമായ പരിപാടികൾ കാഴ്ചവെക്കാനുള്ള
തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പരിപാടി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും വളരെ മാതൃക നിറഞ്ഞ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള ആ പരിപാടിയുടെ ഭാഗമായി ഒരു പഠന പര്യടന യാത്ര സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും ഉചിതമായി. പ്രത്യേകിച്ച് യാത്രയിലൂടെ വിനോദം മാത്രമല്ല, വിനോദത്തെക്കാളുപരി വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് യാത്ര ഉപകരിക്കുമല്ലോ. പഠനവുമായി അല്ലെങ്കിൽ പഠനവും യാത്രയും മനുഷ്യ ജീവിതത്തിൽ പരസ്പര ബന്ധിതമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരാൾക്കും വീട്ടിലിരുന്നു കൊണ്ട് പഠനത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നേർക്കാഴ്ച, പ്രത്യേകിച്ച് ഈ യാത്ര ട്രെയിനിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരിക്കൽ അവരുടെ ഒരു കാര്യം എഴുതിയ കൂട്ടത്തിൽ അവർ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുകയുണ്ടായി. കാരണം ട്രെയിൻ, തീവണ്ടി അത് ഗ്രാമങ്ങളിലൂടെയാണല്ലോ മിക്കവാറും അത് കടന്നു പോകും. ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ റെയിൽവേ. അപ്പോൾ ഗ്രാമീണ ജീവിതത്തെ നേരിട്ട് പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ റെയിൽ മാർഗമുള്ള യാത്രയിലൂടെ വളരെയേറെ സഹായകരമാകും എന്ന് ശ്രീമതി ഗാന്ധി ഒരിക്കൽ എഴുതിയതായി ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ യാത്രാ സംഘവും ട്രെയിനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ താണ്ടിക്കൊണ്ട് അത് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെത്തുമ്പോൾ ആ സംസ്ഥാനങ്ങളുടെ ഒക്കെ ജീവിത രീതി നമുക്ക് കുറച്ചെങ്കിലും ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട്. മാത്രമല്ല ട്രെയിനിൽ ഒരു മെട്രോപൊളിറ്റൻ സംസ്കാരമായിരിക്കുമല്ലോ ട്രെയിനിലുള്ളത്. കാരണം എല്ലാ പ്രദേശത്തെയും ആളുകൾ ട്രെയിനിലുണ്ടാകും. എല്ലാ സംസ്കാരവും, എല്ലാ ഭാഷകൾ, സംസ്കാരങ്ങൾ, ജീവിത രീതികൾ, ശൈലികൾ ഒക്കെ തന്നെ ട്രെയിനിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു പ്രതീതി മിക്കവാറും ട്രെയിൻ, പ്രത്യേകിച്ച് ദിവസങ്ങൾ നീളുന്ന ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് നേടാൻ കഴിയുമെന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള ആ യാത്രയിലൂടെ നിങ്ങൾ ഡൽഹിയിലെത്തുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരി എന്ന് മാത്രമല്ലല്ലോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡൽഹി ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ആധിപത്യ സ്ഥാനമായിരുന്നു. ഒരു നായക സ്ഥാനം ഡൽഹിക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെ ഡൽഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ ആ ദിശയിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സംസ്ഥാപനം വഴി അത് ഇന്ത്യയിൽ വരുത്തിയ മാറ്റങ്ങൾ ആഗോള പരതയിലേക്ക് ഇന്ത്യക്ക് കണ്ണാടിയാകുവാൻ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലെ ഡൽഹിക്ക് സാധിച്ചിട്ടുണ്ട്. പേർഷ്യൻ സംസ്കാരം, അതുപോലെ തന്നെ പേർഷ്യൻ നിർമ്മാണ രീതികൾ, ലോകോത്തരമായ രീതിയിലുള്ള നിർമ്മാണ കലകൾ, ഇവയൊക്കെ തന്നെ വികസിപ്പിച്ചെടുക്കാൻ മുഗളന്മാരുടെ ആ കാലഘട്ടത്തിൽ സാധിച്ചു. അവരുടെ ആ ഭരണം കൊണ്ട് കഴിഞ്ഞു. ഇന്നും ഇന്ത്യക്ക് അത് അഭിമാനമാണ്. ഇന്നും ലോക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതം ഉളവാക്കിക്കൊണ്ടുള്ള കാഴ്ചകൾ ഡൽഹിയിലെ നിർമ്മാണ രീതികൾ, മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച നിർമ്മാണ രീതികളിലൂടെ ഇന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവയൊക്കെ ഇന്നും അത് സ്മാരകമായി നിലനിൽക്കുന്നു. അപ്പോൾ ആ സ്മാരകത്തിൻ്റെ നിർമ്മാതാക്കൾ എത്രമാത്രം ബുദ്ധിയുള്ളവരും കാഴ്ചപ്പാടുള്ളവരും വിശാല വീക്ഷണമുള്ളവരുമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ പ്രയാസമില്ല. അപ്പം അങ്ങനെയുള്ള ഭരണാധികാരികൾ ഭരിച്ച ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പ്രദേശമാണ് ഡൽഹി. ആ ഡൽഹിയെ ഇസ്ലാമികമായ കൗതുകങ്ങളാണ് ഇന്നും ആ ഡൽഹിയെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഒരു ശ്രദ്ധാബിന്ദുവാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതും യാദൃശ്ചികമോ അല്ലെങ്കിൽ അതൊരു നിമിത്തമോ അതുമല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനബോധമുണർത്തുന്ന ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയോ ആയിരിക്കും. അങ്ങനെയുള്ള ആ പ്രദേശത്തേക്കുള്ള നിങ്ങളുടെ യാത്രക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. അള്ളാഹു ഈ യാത്രയിൽ തികഞ്ഞ സുരക്ഷിതത്വം നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ആശ്രിതർക്കുമെല്ലാം തികഞ്ഞ സുരക്ഷിതത്വം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പടയോട്ടത്തിൻ്റെ താളത്തിൽ ഉണരുകയും പടപ്പാട്ടിൻ്റെ ഈണത്തിൽ ഉറങ്ങുകയും ചെയ്ത ജന്മനാ പോരാളികളായ മാപ്പിള സമൂഹത്തിൻ്റെ മണ്ണ് തിരൂരങ്ങാടി.
വൈദേശിക മേധാവിത്വം അടക്കിവാണ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഏക നാട്ടുരാജ്യം തിരൂരങ്ങാടി. ആലി മുസ്ലിയാരുടെയും കുത്തുബുസമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെയും സഹപോരാളികളുടെയും പോരാട്ടവീര്യവും ജ്വലിക്കുന്ന ഓർമ്മകളും ജീവിത താളമായി ഏറ്റെടുത്ത മണ്ണ് തിരൂരങ്ങാടി. ചരിത്രം സൃഷ്ടിച്ച തിരൂരങ്ങാടിയുടെ മണ്ണിൽ നിന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ചരിത്ര സ്മാരകങ്ങളുടെ നിറക്കാഴ്ചകളാൽ സമ്പന്നമായ തലസ്ഥാന നഗരിയിലേക്ക് ഡൽഹിയിലേക്ക് യാത്രയായി. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട നേർക്കാഴ്ചകളിലേക്ക് അഭിമാനബോധവും ഒപ്പം നഷ്ടബോധവും തീർത്ത മനോഹരമായ കാഴ്ചയുടെ നിറവുകളിലേക്ക്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി ഏറെ ചരിത്രപ്രധാനമാണ്. ഡൽഹി സൽത്താനത്തിൻ്റെയും മുഗള സാമ്രാജ്യത്തിൻ്റെയും തിരുശേഷിപ്പുകൾ ഈ നഗരിയുടെ പ്രൗഢിയാവുന്നു. ഇതാ ഈ കാണുന്നത് കുത്തബ് മിനാർ. ഡൽഹി സൽത്താനത്തിൻ്റെ അഥവാ അടിമവംശത്തിൻ്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക് 1206 നിർമ്മാണം ആരംഭിക്കുകയും പിൻഗാമിയായ ഇൽത്തുമിഷ് പൂർത്തീകരിക്കുകയും ചെയ്ത ലോകാത്ഭുതങ്ങളിലൊന്നാണ് കുത്തബ് മിനാർ. ഡൽഹിയിലെ ഗുവത്തുൽ ഇസ്ലാം മസ്ജിദിൻ്റെ മിനാരമാണിത്. ഡൽഹി സൽത്താനത്തിൻ്റെ യഥാർത്ഥ ശില്പി ഇൽത്തുമിഷാണ്. രാജ്യത്തിന് ഒരു തലസ്ഥാനവും സൈന്യവും കോട്ടയും കൊട്ടാരങ്ങളും നിയമവ്യവസ്ഥയും ഭരണക്രമവും രൂപപ്പെടുത്തിയത് ഇൽത്തുമിഷാണ്. 1210 മുതൽ 1236 വരെ 26 വർഷം അദ്ദേഹം ഭരണം നിർവഹിച്ചു. 1218 മുതൽ 1222 വരെ മുസ്ലിം ലോകത്തിന് വൻ നാശം വിതച്ച ചെങ്കിസ് ഖാൻ്റെ ആക്രമണത്തിൽ നിന്ന് ഡൽഹിയെ രക്ഷിച്ചത് ഇൽത്തുമിഷിൻ്റെ നയതന്ത്ര സാമർഥ്യമായിരുന്നു. ബാഗ്ദാദ് ഉൾപ്പെടെ ഇസ്ലാമിക വിജ്ഞാന സാംസ്കാരിക കേന്ദ്രങ്ങൾ മംഗോളുകൾ ചുട്ടരിച്ചപ്പോഴും ഡൽഹി ഒരു മുസ്ലിം കേന്ദ്രമായി വളർന്നു വന്നത് ഈ സാഹചര്യത്തിലാണ്. അടിമവംശത്തിനു പുറമെ ഖിൽജി വംശവും തുഗ്ലക് വംശവും ഡൽഹി ഭരിച്ചു. ഖിൽജി വംശത്തിലെ അലാവുദ്ദീൻ ഖിൽജി ഗുവത്തുൽ ഇസ്ലാം മസ്ജിദ് വിപുലീകരിക്കുകയും കുത്തബ് മിനാറിനേക്കാൾ വലിയൊരു മിനാരം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് വിജയിച്ചില്ല. കുത്തബ് മിനാറിനരികെ ഈ മിനാരത്തിൻ്റെ അവശിഷ്ടം ഇപ്പോഴും കാണാം. 5 നിലകളും 72.5 മീറ്റർ ഉയരവും 2.4 മീറ്റർ വ്യാസവുമുള്ള കുത്തബ് മിനാർ ഡൽഹി സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച സ്മാരകമാണ്.
ഇപ്പോൾ നാം കാണുന്നത് ലോട്ടസ് ടെമ്പിളാണ്. ബഹായി വിശ്വാസികളുടെ ആരാധനാലയം. മൗന പ്രാർത്ഥനയാണത്രേ ഇവരുടെ ആരാധനാ രീതി. നിർമ്മാണ ചാതുരി കൊണ്ട് ഏറെ ആകർഷകമാണ് ഈ സൗധം. ഇതൾ വിരിഞ്ഞു വരുന്ന താമര പോലെ മനോഹരമാണ് ഈ കെട്ടിടം. ഇതിനോടനുബന്ധമായി ഒരു പുസ്തകശാലയും മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. ലോട്ടസ് ടെമ്പിളിനുള്ളിൽ നിശബ്ദരായിരിക്കാൻ സന്ദർശകരോട് ആംഗ്യഭാഷയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ടെമ്പിളിനുള്ളിൽ ഞങ്ങളും നിശബ്ദരായി. ലോട്ടസ് ടെമ്പിളിന് ഡൽഹി സൽത്താനത്തുമായോ മുഗള സാമ്രാജ്യവുമായോ യാതൊരു ബന്ധവുമില്ല. പറയത്തക്ക ചരിത്ര പ്രാധാന്യവുമില്ല. എങ്കിലും ഇതിൻ്റെ നിർമ്മിതി ഏറെ ആകർഷകം തന്നെ. ബഹായികളുടെ ലോട്ടസ് ടെമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ മനോഹരമായിരിക്കുന്നു. ഇനി അടുത്ത രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റും ലക്ഷ്യം വെച്ചാണ് നമ്മുടെ ഈ മിഷൻ ടീം പോകുന്നത്. തിരക്കേറിയ ഡൽഹി നഗരം. ഞങ്ങൾ രാജ്ഘട്ടിലേക്കുള്ള യാത്രയിലാണ്. വീണ്ടും ഞങ്ങൾ നഗരത്തിൻ്റെ തിരക്കുകളിലൂടെ യാത്ര തുടർന്നു. നഗരദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മികച്ച അനുഭവമായിരുന്നു. സമയം ഉച്ചയായിരിക്കുന്നു. ആന്ധ്രാഭവനിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചു. രുചികരമായ ഭക്ഷണം തന്നെ. ഡൽഹിയിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന പ്രധാന കേന്ദ്രമാണത്രേ ആന്ധ്രാഭവൻ. ഇതാ ഞങ്ങൾ രാജ്ഘട്ടിലെത്തി. രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ സമാധിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ജീവിത ലക്ഷ്യമായി കാണുകയും ലക്ഷ്യം നിറവേറ്റാൻ ജീവിതം പോരാട്ടമാക്കി മാറ്റുകയും ചെയ്ത ബാപ്പുജി. രാജ്യത്തിൻ്റെ വിമോചനത്തിന് മുഴുവൻ ജനപദത്തെയും ഒരുമിപ്പിച്ച് നിർത്തിയ മഹാൻ. ഈ ഐക്യബോധം
ഇഷ്ടപ്പെടാത്ത വർഗീയവാദികൾ ഗാന്ധിജിയുടെ നാശം കൊതിച്ചു. പ്രാർത്ഥനാനിരതനായ ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് ഫാസിസ്റ്റുകളുടെ വെടിയുണ്ട തുളച്ചു കയറി. ഗാന്ധിജി രക്തസാക്ഷിയായി. ആ രക്തസാക്ഷിയുടെ രാഷ്ട്രപിതാവിൻ്റെ സമാധിയിലേക്ക് ഞങ്ങൾ ആകാംക്ഷയോടെ യാത്രയായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇതാ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാത്മാഗാന്ധി ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണ്. രാഷ്ട്രമോചനത്തിന് സ്വജീവിതം സമർപ്പിച്ച മഹാൻ. ആ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ഞങ്ങൾ നിർനിമേഷരായി നിന്നു അല്പനേരം. നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാട്ടം നടത്തിയ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അയവിറക്കുകയും രാജ്യത്തിൻ്റെ ജനകോടികൾ വരുന്ന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള അവരുടേതായ ആ സമാധി സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനതയുടെ വികാരത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത്. ഈ രാജ്യത്തെ ജനകോടികളുടെ മൊത്തത്തിൽ ജനകോടികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ നറുമണം വീശി തന്ന പ്രിയപ്പെട്ട ഗാന്ധിജിയുടെ മണ്ണിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ഈ കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ കുടീരത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാജ്ഘട്ടിൽ നിന്ന് ഞങ്ങൾ വീർഭൂമിയിലേക്ക് പോവുകയാണ്.
ഇതാണ് വീർഭൂമി, യശശരീരനായ രാജീവ് ഗാന്ധിയുടെ സമാധി. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ ചിതറിയ ഇന്ത്യയുടെ സ്വപ്നത്തിൻ്റെ പ്രതീകമായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആകസ്മികമായി പൊലിഞ്ഞുപോയ ധ്രുവ നക്ഷത്രമായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ചടുല യൗവനത്തിൻ്റെ തുടിക്കുന്ന ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിനെ മതിച്ചു. ഞങ്ങളുടെ മനസ്സ് അക്ഷരാർത്ഥത്തിൽ ശോകമോഹമായിരുന്നു. മെയ് മാസം 21-ാം തീയതി ഇന്ത്യയുടെ യുവാക്കന്മാരുടെ പ്രതീകമായ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും യുവാവായ പ്രധാനമന്ത്രിയുടെ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് ഇത്. നമുക്കറിയാം, എനിക്കൊരു സ്വപ്നമുണ്ട്, അത് ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആവേശത്തോടുകൂടി ഇന്ത്യക്കിലെ ജനാധിപത്യത്തിനു വേണ്ടി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യം ഭീഷണി നേരിട്ടപ്പോൾ തൻ്റെ അമ്മ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യം വിജയകരമായി നിർവഹിക്കുന്നതിനിടയ്ക്ക് ഏതാനും ചില തീവ്രവാദികളുടെ കരങ്ങൾ കൊണ്ട് ജീവൻ ചിഹ്നിച്ചു തരിക, അതിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ വലിയേക്കപ്പെട്ട മഹാനായ നേതാവായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയിലൂടെ ഒരു യുവാക്കന്മാരുടെ പ്രതീക്ഷയായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത്. ആ രാജീവ് ഗാന്ധിയുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ സംഘം ബഹുമാന പുരസ്സരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ശക്തിസ്ഥലിലേക്കാണ് പോകുന്നത്. ഇത് ശക്തിസ്ഥൽ. ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധിയുടെ സമാധിയാണിത്. അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച ഇന്ദിരാഗാന്ധി തീവ്രവാദത്തിൻ്റെ ഇരയാവുകയായിരുന്നു. തീവ്രവാദം ജീവനെടുക്കുകയും നാശമൊരുക്കുകയുമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല എന്നതിൻ്റെ നിത്യസാക്ഷ്യമാണ് ശ്രീമതി ഗാന്ധിയുടെ സ്മരണകൾ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഉന്നതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സംഭാവന നൽകിയ ഇന്ത്യയുടെ പ്രിയങ്കരിയായ ഭാരതത്തിൻ്റെ പുത്രി എന്ന് പറയാവുന്ന ഉരുക്കു സ്ത്രീ എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി രാജ്യത്തിന്, ഈ ലോകത്തിന് തന്നെ മാതൃകയാകുമാറ് ഈ രാജ്യത്തിൻ്റെ ഉന്നതിയിലേക്ക് ഈ ഇന്ത്യ രാജ്യത്തിന് കാണിച്ചു കൊടുത്ത പ്രിയപുത്രി ഇന്ദിരാഗാന്ധിയുടെ ഈ ധീര സ്മരണയ്ക്ക് വേണ്ടി തിരുവരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയിൽ വന്നിട്ടുള്ള പ്രവർത്തകന്മാർ ആദരപൂർവ്വം ശക്തിസ്ഥലിൽ നിന്നും ശാന്തിവനത്തിലേക്കുള്ള യാത്ര അല്പം ദീർഘിച്ചതാണ്. പാതയോരത്തെ തടാകത്തിൽ അരയന്നങ്ങളുടെ നീരാട്ട് ഹൃദ്യമായ കാഴ്ചയായി. ഇതാണ് ശാന്തിവനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു.
നെഹ്റുവിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുൻപിൽ അഭിവാദ്യമർപ്പിച്ചു ഞങ്ങൾ. പ്രവിശാലമായ സമാധി കേന്ദ്രങ്ങളുടെ പച്ചപ്പിലൂടെ ഞങ്ങൾ നടന്നു. രാജ്യത്തെ സൃഷ്ടിച്ചവരും രാജ്യത്തെ നയിച്ചവരും രാജ്യത്തിന് മാതൃകയായവരും രാജ്യം ആദരവുകളോടെ ഓർക്കുകയും ചെയ്യുന്ന മഹത് വ്യക്തികളുടെ അനശ്വര സ്മരണകൾ ഈ സമാധി കേന്ദ്രങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു. അരനൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ട മഹാത്മാക്കൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ്. ഞങ്ങൾ സമാധി കേന്ദ്രങ്ങളിൽ നിന്ന് മടങ്ങുകയാണ്. ഗാന്ധി സാഹിത്യങ്ങൾ വിൽക്കുന്ന ഒരു പുസ്തകശാലയാണിത്. ഞങ്ങളിൽ പലരും കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി. ഡൽഹി നഗരത്തിൻ്റെ തിരക്കുകളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ചെങ്കോട്ടയിലേക്കാണ് യാത്ര. അതാ ചെങ്കോട്ടയുടെ മനോഹരമായ ദൃശ്യം. മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച മുഗള സാമ്രാജ്യത്തിൻ്റെ നിത്യസ്മാരകം. ലാൽ കില എന്നാണ് ചെങ്കോട്ടയുടെ ഹിന്ദി നാമം. ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ മുഗള സ്മാരകമാണ് ചെങ്കോട്ട. ചെങ്കോട്ടയുടെ പ്രധാന കവാടമാണ് ലാഹോർ ഗേറ്റ്. മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ച കവാടത്തിലൂടെ വേണം ചെങ്കോട്ടയ്ക്കകത്തേക്കും പുറത്തേക്കും കടക്കാൻ. കോട്ടയ്ക്കകത്ത് മനോഹരമായ ദൃശ്യങ്ങൾ
ക്യാമറയിൽ പകർത്താനായില്ല. ആ ദൃശ്യങ്ങൾ കൂടി ചേരുമ്പോഴേ ഈ കാഴ്ചകൾ പൂർണ്ണമാവുകയുള്ളൂ. പക്ഷേ ചെങ്കോട്ടയ്ക്കകത്ത് ക്യാമറ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ സ്വാതന്ത്ര്യദിനത്തിലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. അതാ ഉയർന്നു പറക്കുന്ന ഇന്ത്യയുടെ അഭിമാന പതാക. ആയിരത്തി 1638 കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1656 പൂർത്തിയായി. ചെങ്കോട്ടയ്ക്കകത്ത് ദീവാനെ ആം, ദീവാനെ ഖാസ്, മോത്തി മസ്ജിദ് എന്നിവ മുഗള ശില്പകലയുടെ വൈഭവം. ഷാജഹാൻ ചക്രവർത്തിയുടെ സിംഹാസനം നഷ്ടപ്രതാപത്തിൻ്റെ പ്രതീകമായി ചെങ്കോട്ടയ്ക്കകത്തുണ്ട്. കവർന്നെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ ബാക്കി വച്ച സിംഹാസനം. ഷാജഹാന്റെ കൊട്ടാരവും രമ്യഹർമ്മ്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. കണ്ടാൽ മതിവരാത്ത കാഴ്ച. നേരം സന്ധ്യയായി. മഗ്രിബ് ബാങ്ക് വിളി ഉയരുന്നു. ഞങ്ങൾ ദൽഹി ജുമാ മസ്ജിദിലേക്ക് നടന്നു. ഇതാ ചരിത്രപ്രസിദ്ധമായ ദൽഹി ജുമാ മസ്ജിദ്, ഷാജഹാന്റെ മറ്റൊരു നിർമ്മിതി. ജുമാ മസ്ജിദിൻ്റെ പടവുകളിൽ യാത്രാസംഘം ഒത്തുചേർന്നു. 1644 നിർമ്മാണം തുടങ്ങി 1650 പൂർത്തിയാക്കിയ മുഗള സാമ്രാജ്യം സമ്മാനിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ ഡൽഹി ജുമാ മസ്ജിദിൽ 20,000 പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയും.
ജുമാ മസ്ജിദിനോട് ചേർന്നാണ് മിനാ ബസാർ. യാത്രാസംഘം മിനാ ബസാറിൽ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. രാത്രി 11 മണിയോടെ ആദ്യ ദിന സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങി. പിറ്റേന്ന് പ്രഭാതമായി. ആഗ്രയിലേക്ക് യാത്ര ഇന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന ഇൻ്റർനാഷണൽ യൂത്ത് സെൻറ്ററിൻ്റെ ഡോർമിറ്ററിയിൽ എല്ലാവരും ഒരുക്കത്തിലാണ്. ചാണക്യപുരിയിലെ ഈ വിശ്വയുവകേന്ദ്രയിലെ താമസം ഹൃദ്യമായ അനുഭവമായി. ഞങ്ങൾ ആഗ്രയിലേക്ക് യാത്രയാവുകയാണ്. ലോകത്തിൻ്റെ അതിശയമായ താജ്മഹൽ, മുഗള സാമ്രാജ്യത്തിൻ്റെ ആഗ്രയിലെ ആസ്ഥാനമായ ആഗ്ര കോട്ട, തൊട്ടടുത്ത് തന്നെ അക്ബർ ചക്രവർത്തി പണിത ഫത്തേപൂർ സിക്രി എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾക്കായി ഞങ്ങളുടെ കണ്ണുകൾ തുടിച്ചു. ഡൽഹി നഗരവീതിയിലൂടെ ഞങ്ങളുടെ ബസ് സാമാന്യം വേഗതയിൽ പ്രയാണം തുടരുകയാണ്. ഡൽഹിയിലെ പ്രധാന ആശുപത്രിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്, മന്ത്രിമന്ദിരങ്ങൾ, പ്രധാനമന്ത്രിയുടെ വസതി തുടങ്ങിയവ യാത്രക്കിടയിലെ ദൃശ്യമായി.
പ്രഭാത ഭക്ഷണത്തിന് കയറിയ ഹോട്ടലിൽ ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് വില കുതിച്ചുയർന്നു. മുൻകൂർ ബില്ലായതിനാൽ പലരും രക്ഷപ്പെട്ടു. ന്യായവിലയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബാർഗെയിൻ ചെയ്യേണ്ടി വന്നു. ഇത് ഡൽഹിയിലെ പതിവ് രീതിയാണത്രേ. ഓട്ടോറിക്ഷയിൽ പോലും ബാർഗെയിൻ ചെയ്ത് ചാർജ് ഉറപ്പിച്ച ശേഷമേ കയറാവൂ. ഇല്ലെങ്കിൽ ചോദിച്ച കാശ് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ യാത്ര തുടർന്നു. നഗരക്കാഴ്ചയിൽ കണ്ണും നട്ട് ഞങ്ങളിരുന്നു. ഫത്തേപൂർ സിക്രി. മനോഹരമായ കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്. അക്ബർ ചക്രവർത്തിയുടെ സ്മരണകളുയർത്തുന്ന നിർമ്മിതിയാണിത്. ഒരു യുദ്ധത്തിൽ ജേതാവായ അക്ബർ ചക്രവർത്തി വിജയ സ്മാരകമെന്ന നിലയിലാണ് ഈ നഗരം പണിതത്. വിജയനഗരി എന്നർത്ഥമുള്ള ഫത്തേപൂർ സിക്രി എന്ന പേര് ഏറെ അന്വർത്ഥമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കവാടമുള്ള പള്ളിയാണ് ഫത്തേപൂർ സിക്രിയിലുള്ളത്. പടവുകൾ കയറിയെത്തുന്നത് വിശാലമായ കോട്ടയ്ക്കുള്ളിൽ. വലതുവശത്ത് നിറയെ മക്ബറുകൾ, മുൻഭാഗത്ത് മസ്ജിദ്. ഇടതുഭാഗത്ത് നിന്നാൽ ഒരു നഗരത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ കാഴ്ചാനുഭവം. കോട്ടയ്ക്കുള്ളിൽ
മാർബിളിൽ തീർത്ത സലീം ചിസ്തിയുടെ ദർഗ. കോട്ടയ്ക്കകത്ത് നിരനിരയായി കാണുന്ന ഖബറുകൾ യുദ്ധത്തിൽ മരിച്ച സൈനികരുടേതാണ് എന്ന് പറയപ്പെടുന്നു. പേർഷ്യൻ കലകളുടെ അനുഭൂതിയുണർത്തുന്ന ദൃശ്യങ്ങൾ വിവരണാതീതമാണ്. ദർഗയുടെ മുമ്പിൽ ഖവാലി. യാത്രാസംഘം ഖവാലി നന്നായി ആസ്വദിച്ചു.
കോട്ടയ്ക്കകത്തെ പള്ളിയുടെ അകത്തളം ഏറെ വിശാലമാണ്. ഒരു ചെറിയ മിമ്പറും പള്ളിക്കകത്തുണ്ട്. ഇപ്പോഴും നമസ്കാരം നടക്കാറുണ്ടെന്ന് അന്തേവാസികളെന്ന് തോന്നിയ ചിലർ പറഞ്ഞു. ഇതാ അക്ബർ ചക്രവർത്തി പണിത നഗരമാണ് ഈ കാണുന്നത്. ശൂന്യതയിൽ നിന്ന് ഒരു നഗരം പണിത അക്ബർ ചക്രവർത്തി ഈ നഗരക്കാഴ്ചയിൽ തുടിച്ചു നിൽക്കുന്നു.